ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ എഗ് പപ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പ് ഷീറ്റ് കൊണ്ടിട്ടാണ്. പിന്നെ ഞാനിത് ഓവനിലുമാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട ആദ്യം വേവിച്ചെടുക്കുവാണ്. ഞാനിവിടെ ഒരു 9 മുട്ടയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടി നമുക്കൊരു മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് എല്ലാം തന്നെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളൊരു 4 സവാളയാണ് എടുത്ത് ഇതിനകത്തേക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പും കൂടിയിട്ട് ഈ സവാളയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാലയും എല്ലാം നല്ല പച്ചമണമൊക്കെ മാറി ഇവിടെ നന്നായിട്ട് തന്നെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ഇതിന് കാര്യം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ മസാലയ്ക്ക്. അപ്പോൾ ഇതിനെയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്കിനി ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പാണ് കേട്ടോ. ഈ കെച്ചപ്പിന് പകരം ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതിയാകുമേ. അപ്പോൾ ഇനി നമുക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒക്കെ ഇട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി സെറ്റ് ചെയ്ത് വരുന്ന സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും ഇതിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ആ ഒരു മുട്ടയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 9 മുട്ട കൊണ്ട് 18 പപ്സാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മസാലയാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വേവിച്ച മുട്ട നമ്മുടെ മസാലയുടെ കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ മുട്ടയ്ക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിനാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാലയും മുട്ടയും എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്കിനി പപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് എടുത്ത് നോക്കാവേ. അപ്പോൾ ഇതാണ് ഞാനിവിടെ പപ്സ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഷീറ്റ് കേട്ടോ. ഇത് നമുക്ക് മേടിക്കാൻ കടയിൽ നിന്ന് കിട്ടും. ഇത് ഫ്രീസറിൽ ഇരിക്കുന്നതാണ്. അതിനെ എടുത്തൊരു 4 മണിക്കൂർ മുമ്പ് പുറത്ത് വയ്ക്കണേ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് വിടർത്തിയെടുത്ത് ഒരു ടേബിളിൻ്റെ മുകളിൽ വർക്ക്ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കണം കേട്ടോ. പൊടി ഒന്ന് വിതർത്തിയിട്ട് കൊടുത്തിട്ട് വേണം ഇതിനെ നമുക്കൊന്ന് മറിച്ചിടാൻ. അപ്പം മറിച്ചിട്ടിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് പൊടിയെല്ലാം വിതർത്തി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പരത്തി ഷേപ്പ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് പരത്തി കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 9 പപ്സ് ഉണ്ടാക്കാനുള്ള പോർഷനായിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ 2 ഷീറ്റും ഇതുപോലെ ഒന്ന് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 2 ഷീറ്റും കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ മുട്ടയും മസാലയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ പീസ് ഷീറ്റും എടുത്തിട്ട് അതിനകത്തേക്ക് മസാല നിറച്ച് കൊടുത്തിട്ട് ഒരു 1/2 മുട്ട വീതമാണ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 2 കോർണറും ഇങ്ങനെയൊന്ന് ആദ്യം മടക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് അടുത്ത കോർണറും ആ 2 സൈഡിലും ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇത് നല്ല ജോയിൻ ആയിട്ടിരുന്നോളും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ പപ്സും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ, മുട്ടയും മസാലയും വെച്ചിട്ട്.
അപ്പം ഞാനിത് ഇവിടെ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയൊന്ന് എടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുകളിൽ മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഈ പപ്സ് വെക്കുന്ന ട്രേയുടെ താഴെ ഒരു എണ്ണയൊന്ന് തടയിട്ട് വേണം ഈ പപ്സ് എല്ലാം ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ എൻ്റെ 2 ട്രേയിലും പപ്സ് എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ എഗ് വാഷ് ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് എഗ് വാഷ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ഈ പപ്സ് ട്രേ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേ ഞാൻ നമ്മുടെ 2 ട്രേയിലെ പപ്സ് ഇവിടെ നന്നായിട്ട് തന്നെ എഗ് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓൾറെഡി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 25 മിനിറ്റ്സ് ആണ്. അത് 200 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് അത് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ചാൽ മതി. എൻ്റെ പപ്സ് എന്തായാലും ഇവിടെ 25 മിനിറ്റിൽ നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പപ്സ് ഇങ്ങനെ ചെയ്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ പപ്സൊക്കെ ഇവിടെ നന്നായിട്ട് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ല സെറ്റായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.